കലവൂർ മാരൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന 42ാമത് അഖില ഭാരത മഹാസത്രത്തിന് തുടക്കമായി. സത്രത്തിനോടനുബന്ധിച്ച് നടന്ന ഗോപികാ സംഗമം ഭക്തി സന്ദർഭം. ആലപ്പുഴ കലവൂർ മാരൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന 42ാമത് അഖില ഭാരത മഹാസത്രത്തിന് തുടക്കമായി. സത്രത്തിന് മുന്നോടിയായി ഗോപികമാരുടെ സംഗമം നടന്നു. ദ്വാരക, കൃഷ്ണതുളസി, മധുര, അമ്പാടി, ഗോകുലം, വൈകുണ്ഠം, കാളന്തി, ഗോവർദ്ധനം, വൃന്ദാവനം എന്നീ പേരുകളിൽ ആയി വിവിധ കേന്ദ്രങ്ങളിലാണ് ഗോപികമാർ സംഗമിച്ച് ക്ഷേത്രാങ്കണത്തിൽ എത്തിയത്. ഭക്തിഗാനാലാപനങ്ങളും കോലടിയും ഭാഗവതവും കൃഷ്ണവിഗ്രഹവുമായി എത്തിയ ഗോപികമാരും മാരൻകുളങ്ങരയെ ഭക്തി നിർവൃതിയിലാഴ്ത്തി. കലവൂർ SNDP ഗുരുമന്ദിരം മൈതാനം, കലവൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ചെറിയ കലവൂർ ക്ഷേത്രം, പ്രീതികുളങ്ങര മൈതാനം, കോർത്തുശ്ശേരി അമ്പലം, ചിറയവിളി ക്ഷേത്രം, കാട്ടൂർ പള്ളി മൈതാനം, ഹനുമത് ക്ഷേത്രം മൈതാനം, ഐക്യര ജംഗ്ഷൻ എന്നിവയാണ് വിവിധ കേരികളിലുണ്ടായിരുന്ന കേന്ദ്രങ്ങൾ. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു സത്രം ഉദ്ഘാടനം ചെയ്തു. മാനവസേവയാണ് മാധവസേവ എന്ന് തെളിയിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് എന്ന് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു പറഞ്ഞു. സത്രസമിതി പ്രസിഡന്റ് K. ശിവശങ്കരൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി പത്മനാഭൻ നായർ, ട്രഷറർ S. ശ്രീനി, സത്ര നിർവഹണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PS. ശ്രീകുമാർ, ജനറൽ കൺവീനർ KK. ഗോപകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG. രാജേശ്വരി, TK. നാരായണദാസ്, ഡോക്ടർ KS. രാധാകൃഷ്ണൻ, തോട്ടത്തിൽ രവീന്ദ്രൻ, ഡോക്ടർ VK. സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. മൂന്ന് ഭാഗങ്ങളായി മൂന്ന് ഭാഗങ്ങളായാണ് അത് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. And Parvati, भगवान पार्वती शिव की पत्नी पार्वती का घर हिमाचल है. ഹിമാചൽ എന്നുള്ളതിന്റെ പ്രത്യേകത ഭഗവാന്റെ, അതായത് ശിവന്റെ ഭാര്യയായ സഹധർമ്മിണിയായ പാർവതിയുടെ ദേശമാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. The basic concept, these two example I am giving you, जो दो example मैंने आपको दिए orphan and widows का, यही गीता का प्रमुख सार है. ഏറ്റവും പ്രധാനമായി പറഞ്ഞത് നേരത്തെ പറഞ്ഞല്ലോ പാർവതിയുടേതാണെന്ന്. അതേ തന്നെയാണ് അവരവരുടെ വിധവകൾക്കും അനാഥകൾക്കുമായി ചെയ്യുന്നതായ കാര്യങ്ങൾ ആ ഭഗവത് അനുഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. 70 साल से के ऊपर के जितने भी बुजुर्ग हैं, हमारी सरकार उनका इलाज करवाती है और उनके घर देखने जाती है. 70 വയസ്സിന് മുകളിലുള്ള വയസ്സായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അവർ വീട് വെച്ച് കൊടുക്കുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും ഹിമാചൽ പ്രദേശ് ഗവൺമെന്റാണ്. एकल नारी परित्यागता डिजर्टिंग वुमेन को हम 3 लाख रुपया घर बनाने के लिए देते हैं और उसको 1500 रुपये पेंशन भी देते हैं.
അതായത് അവർ ആരെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ സമൂഹത്തിലുണ്ട്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്ക് എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കുകയും അവർക്കെല്ലാവർക്കും അതുപോലെ 15,000 രൂപയിലധികം അവർക്ക് വേണ്ട ചെലവിന് കൊടുക്കുകയും ചെയ്യുന്നു ഹിമാചൽ പ്രദേശ് സർക്കാർ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഭഗവത്ഗീത വെറും ഒരു പുസ്തകമല്ല. इस सार के अगर सही रूप में हम आगे लाएंगे तभी सबसे अच्छे मन से हम भगवत गीता का उपदेश को अपना सकते हैं. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതായ സാരം, അതിൽ പറഞ്ഞിരിക്കുന്ന എസൻസ്, അതൊരു വെറും ബുക്കായി കാണാതെ അതിനെ നമ്മൾ സമൂഹത്തിൽ വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് തന്നെയാണ് ഭഗവത്ഗീതയുടെ അർത്ഥവും അന്തസത്തയും. यही धर्म है, यही संस्कार है. ഏകീ സംസാര, ഒരേ ലോകം തന്നെയാണ്. വസുദൈവ കുടുംബകം, सेवा ही सबसे बड़ा धर्म है. സേവ തന്നെയാണ്. അതായത് മാധവസേവ മാനവസേവ എന്ന് പറയുന്നത് പോലെ നമ്മൾ മനുഷ്യർക്ക് വേണ്ട സേവ ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ ശരിയായ പ്രാർത്ഥന. जो इस जीवन में आया है उसका सबसे बड़ा धर्म इंसानियत है. അവരുടെ വാത്സല്യമാർന്ന വിരലുകൾ നമ്മുടെ നെറുകയിൽ ഓടിച്ചുകൊണ്ട് അവർ പറഞ്ഞു തന്ന കഥകളാണ് രാമായണം കഥകളും മഹാഭാരതം കഥകളും. അവരാരും നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരൊന്നും പണ്ഡിതരൊന്നും ആയിരുന്നില്ല. എങ്ങനെയാണ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട കഥകളാണ് അവരുടേതായ ഭാഷയിൽ അവർ നമ്മളോട് പറഞ്ഞു തന്നിരുന്നത്. ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, സ്ത്രീകൾ കഥ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ? എല്ലാ സ്ത്രീകളും കൃഷ്ണപക്ഷപാതികളാണ്. ഭഗവാനെ വിട്ടിട്ടൊരു കളിയില്ല. നമ്മൾ ചോദിക്കുമ്പോൾ എന്തിനാ ഭഗവാൻ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മുടെ വായു ഒത്തിപ്പിടിക്കും. അത് അമ്മയാണെങ്കിലും മുത്തശ്ശിയും ഭഗവാനെ കുറിച്ച് പറയരുത്. എല്ലാം ഞാൻ എപ്പോഴും അമ്മയെ വലുതായപ്പോഴും കളിയാക്കുമായിരുന്നു. കൃഷ്ണപക്ഷപാതികളാണ്. ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സ്ത്രീകളും അതെ കൃഷ്ണപക്ഷപാതികളാണ്. കൃഷ്ണനെ കുറിച്ചുള്ള ഏതെല്ലാം രൂപമാണ് നമ്മുടെ മനസ്സിലുള്ളത്. വൃന്ദാവനത്തിൽ അല്ലേ ഓടക്കുഴലൂടി നടന്ന ഓമനയായ ഉണ്ണി മുതൽ രാധയുടെ ഹൃദയവസന്തമായിരുന്നു കൃഷ്ണൻ. യശോദയുടെ വാത്സല്യഭാജനമായിരുന്നു കൃഷ്ണൻ. പൂതന മുതൽ കംസൻ വരെയുള്ളവരുടെ പേടി സ്വപ്നമായിരുന്ന ദിവ്യയായ ശിശുവാണ്. പിന്നെ മധുരയിലെ രാജകുമാരനായി, ദ്വാരകയിലെ മഹാരാജാവായി, പിന്നെ അർജുനന്റെ തേരാളിയായി, ദ്രൗപദിയുടെ കൂട്ടുകാരനായി, പാണ്ഡവരുടെ ദൂതനായി നമ്മുടെ മുമ്പിൽ എത്രയോ വേഷങ്ങളിലാണ്, എത്രയോ വ്യത്യസ്ത രൂപങ്ങളിലാണ് കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ ആദ്യമായി മഹാഭാരതത്തിന്റെ വെർഷൻ എഴുതിയ എഴുത്തുകാരൻ മറാഠി നോവലിസ്റ്റായ ശിവജി സാവന്താണ്. അദ്ദേഹം എഴുതിയത് മൃത്യുഞ്ജയ എന്നുള്ളൊരു പുസ്തകമാണ്. കർണനെ കുറിച്ചാണ്. കർണനെ പ്രധാന കഥാപാത്രമാക്കിയിട്ടാണ് അദ്ദേഹം മൃത്യുഞ്ജയ എഴുതിയത്. പിന്നീട് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള PK ബാലകൃഷ്ണന്റെ പുസ്തകവും MTയുടെ രണ്ടാം ഊഴവും ഒക്കെ വന്നു. ഈ ശിവജി സാവന്ത് മറാഠി നോവലിസ്റ്റ്, അദ്ദേഹം യുഗാന്തർ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പുസ്തകം കൃഷ്ണനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്.